ഗൾഫിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നിലപാട് മയപ്പെടുത്താനുള്ള കേന്ദ്ര നീക്കം തങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ. ഗൾഫ് പ്രതിസന്ധിക്കിടയിൽ നിലപാടുമാറ്റം ഏറെ ഗുണകരമാണെന്ന് പ്രവാസ ലോകവും വിലയിരുത്തുന്നു. ഗൾഫിലെ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഞങ്ങളുടെ പ്രതിനിധി MCA നാസർ ദുബായിൽ നിന്ന്. റിക്രൂട്ട്മെന്റ് മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങളാണ് ഗൾഫിൽ നിന്ന് ഇന്ന് പ്രധാനമായിട്ട് നൽകാനുള്ള ഒരു വാർത്ത. പ്രത്യേകിച്ച് നമുക്കറിയാൻ സാധിക്കും, നേരത്തെ കുവൈത്തിലേക്കുള്ള ഇന്ത്യൻ നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഉതുപ്പ് വർഗീസിനെ CBI കുറ്റക്കാരനാണെന്ന് പോലും കണ്ടെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് സ്വകാര്യ ഏജൻസികളെയും ഇടനിലക്കാരെയും പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് റിക്രൂട്ട്മെന്റ് പൂർണ്ണമായും സർക്കാർ അധീനതയിലേക്ക് കൊണ്ടുവരണം എന്ന ഒരു നിർദ്ദേശം അന്ന് കുവൈത്ത് അംബാസഡർ മുന്നോട്ട് വെച്ചിരുന്നത്. അത് ഏറെക്കുറെ ഗവൺമെൻറ് അംഗീകരിക്കുകയും അങ്ങനെ നോർക്ക, ഒഡേപെക് എന്നീ രണ്ട് ഏജൻസികളെ ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വേണ്ടത്ര വലിയ തോതിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ ഈ രണ്ട് ഏജൻസികൾക്കും സാധിച്ചില്ല. അതുകൊണ്ട് ഉതുപ്പ് വർഗീസ് ദുബൈ പോലുള്ള ഒരു നഗരത്തിൽ ബദൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുകയും ഇത് വലിയ തോതിൽ വീണ്ടും ഒച്ചപ്പാട് സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ രംഗത്ത് കുറെ കൂടി പ്രായോഗികമായിട്ടുള്ള ഒരു നിലപാട് വേണം എന്നൊരു അഭിപ്രായം ഉയർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഒമാൻ എംബസി പുറത്തുവിട്ട ഒരു പ്രസ്താവന പ്രകാരം 5 ഏജൻസികളിലേക്ക് ഇത് വിപുലീകരിച്ചിട്ടുണ്ട്. നോർക്കയും ഒഡേപെക്കും മാത്രമല്ല, പുതുതായി 2 സ്വകാര്യ ഏജൻസികൾക്ക് കൂടി ഒമാനിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് ഒരു നല്ല മാറ്റമായിട്ടാണ് പ്രവാസ ലോകവും അതോടൊപ്പം തന്നെ ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളും കാണുന്നത്. ഗൾഫിൽ നിന്ന് നൽകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ബജറ്റ് എയർലൈനുകൾ നേടുന്ന വലിയ നേട്ടമാണ്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബജറ്റ് എയർലൈൻ വിമാന കമ്പനിയായിട്ടുള്ള എയർ അറേബ്യ, അത് ഈ വർഷത്തെ ആദ്യത്തെ 6 മാസം 245 മില്യൺ ദിർഹമിൻ്റെ വലിയ സാമ്പത്തിക നേട്ടമാണ് അവർ കൈവരിച്ചിരിക്കുന്നത്. നാസെയർ ഉണ്ട്, അതോടൊപ്പം തന്നെ ഫ്ലൈ ദുബൈ ഉണ്ട്. ഇതേപോലുള്ള എല്ലാ ബജറ്റ് എയർലൈനുകളും വൻ സാമ്പത്തിക നേട്ടം കരഗതമാക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് പോലുള്ള നമ്മുടെ ബജറ്റ് എയർലൈനുകൾക്കും വലിയ ഗുണപാഠമാകേണ്ടതാണ്.